സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കടുപ്പിക്കുകയാണ് LPST റാങ്ക് ഹോൾഡേഴ്സ്. ഉദ്യോഗാർത്ഥികൾ പുല്ലു തിന്ന് പ്രതിഷേധിക്കുകയാണ്. രാഹിസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. രാഹിസ്, മണ്ണു തിന്നുന്നത് നമ്മൾ കണ്ടു, പുല്ല് തിന്നുള്ള പ്രതിഷേധം നടക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് എന്നതാണ് സാഹചര്യം. ശരിയാണ്, സർക്കാർ ആശയവിനിമയം നടത്തുന്നുണ്ട്, ഇവർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. 2 മാസത്തെ സമയം സർക്കാർ ചോദിച്ചു, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സമരക്കാർ നിലപാടെടുത്തു. പക്ഷേ ഇത് നമ്മുടെ ഒരു പൊതുസമൂഹം കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, ഈ തരത്തിൽ ഉള്ള ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് അവർ ചെല്ലുന്നത്. മാധു, അതാണ് പലതരത്തിലുള്ള സമരങ്ങൾ LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയിരുന്നു. അതിന് ഒടുവിൽ എന്ന് പറയാൻ പറ്റില്ല, അതിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം മണ്ണ് തിന്നുകയായിരുന്നു, ഇന്നവർ പുല്ല് തിന്നുള്ള ഒരു പ്രതീകാത്മകമായ സമരം നടത്തുകയാണ്. 34 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്താൻ തുടങ്ങിയിട്ട് മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നതിൻ്റെ 10ാം ദിവസമാണെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുല്ല് തിന്നുള്ള സമരം നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഇവർക്കൊരു ആശാവഹമായ ഒരു മറുപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് ഇവരെ സംബന്ധിച്ചുള്ള പ്രശ്നം. പക്ഷേ സർക്കാരുമായി സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് പറയുന്ന ഒരു കാര്യം, ഇവരുടെ റാങ്ക് ലിസ്റ്റ് തീരാൻ ഏതാണ്ട് 2028 മെയ് മാസം 30-ാം തീയതി വരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട്. ആ കാലാവധി തീരുന്നതിനിപ്പുറം ഇവരിൽ പലർക്കും സാധാരണഗതിയിൽ നടക്കുന്ന നിയമനങ്ങൾ നടക്കും. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇതിനു മുമ്പ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുമ്പോഴൊക്കെ റാങ്ക് ലിസ്റ്റ് തീരാൻ 1 മാസമോ 2 മാസമോ 3 മാസമോ ഒക്കെ ബാക്കിയുള്ളപ്പോഴാണ് സമരം വരുന്നതും അത് സർക്കാർ ഇടപെട്ട് ഏതെങ്കിലും തരത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നതും. ഇവരെ സംബന്ധിച്ച് മെയ് 2028 വരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട്. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതുവരെ 1ാം റാങ്ക്, ഒരു 5 ജില്ലകളിൽ നിന്ന് 1ാം റാങ്കിലുള്ള ആളുകളെ പോലും നിയമനം ഇതുവരെ നടത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ ആശങ്ക പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ സമരത്തിന്റെ മണ്ണ് തിന്ന് ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഈ തരത്തിൽ ഈ സമരം നമുക്ക് വേറെ നിവർത്തിയില്ല. ഇതെന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ചോദിക്കുന്നത്. നമ്മൾ വേറെ അധികമായിട്ട് ആവശ്യമൊന്നുമില്ല. നമ്മൾ കൺട്രി എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. എന്നിട്ടുള്ള നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതാണ് അവസ്ഥ വരുന്നത്. ഇതെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു നൂറ്റാണ്ടിൽ ഈ ഒരു അവസ്ഥയാണെങ്കിൽ ഇനി പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങളുടെ ഒരു ഗതികേട് കാരണമായിരിക്കും ഇങ്ങനെ ഒരു സമരം. അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ സമരം. ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി. പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ള ഒരു കാര്യവും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ പ്രതീക്ഷ. അതാണ് അവരുടെ ഒരു ഗതികേടാണ് ഈ സമര രീതിയെ കാണിക്കുന്നത്. സർക്കാർ കണ്ണു തുറക്കുന്നത് വരെ ഈ തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ഇവർ കാണുന്നത് ശരിയാണ്. അതിന് തൊട്ടപ്പുറത്തെ UPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരവുമുണ്ട്. ഈ സമരം തുടരുകയാണ്. വ്യത്യസ്തങ്ങളായ സമര രീതിയാണ് സമരക്കാർ അവലംബിക്കുന്നത്.